വീണ്ടെടുക്കാൻ ഉള്ള അവകാശമില്ല എങ്കിലും ചില പ്രത്യേക വിഷയങ്ങൾ അറിയിച്ച് ഈ ദൂത് നാളെ കൊണ്ട് വൈകിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് യേശു കർത്താവ് ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. യേശു കർത്താവ് ലോകത്തിൽ വന്നു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നത് യോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷമായി പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ട് കിട്ടിയത് മക്കളക്കാര്യത്തിൽ അറിയിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്റെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ 16-ാമത്തെ വാക്യം വായിക്കാം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു, അതിനെ ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമാവിന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷമായി സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് കയറിപ്പോകുന്നതിന് മുമ്പായി മക്കളക്കാര്യത്തിൽ മറിയയ്ക്ക് പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷത കൊടുത്തു. അതിനുശേഷമായി കർത്താവ് പോയതിനു ശേഷമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്ന് ഈ പ്രത്യക്ഷത പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷതയാണ്. കർത്താവ് ജീവനോടിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തതിന് ശേഷമാണ് 40-ാം ദിവസം ഒലിവുമലയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഒരു 40 ദിവസം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന പ്രത്യക്ഷതയാണ്. ഒന്നാമത്തെ പ്രത്യക്ഷയുടെ കാലം യേശു ബേത്ലഹേമിൽ ജനിച്ച അന്ന് മുതൽ കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വരെയുള്ള സമയമാണ് ഒന്നാമത്തെ പ്രത്യക്ഷത. യേശു ഉയർത്തെഴുന്നതിന് ശേഷം മനുഷ്യർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മരണാനന്ദ കഥ പ്രത്യക്ഷപ്പെട്ടു മറിയയ്ക്ക്, മക്കളക്കാര്യത്തിൽ മറിയയ്ക്കാണ് അവനെ പുനരുത്ഥാനത്തോടു കൂടി ആദ്യമായി കാണാനുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ ആ പുനരുത്ഥാന പ്രത്യക്ഷത ഏകദേശം 40 ദിവസമായിരുന്നു കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷമായി ശിക്ഷകണങ്ങൾക്ക് അത് തെളിയിച്ചു കൊടുക്കേണ്ട, അറിയേണ്ട ആൾക്കാർക്ക് മാത്രം ഇത് പ്രത്യക്ഷപ്പെട്ടത്. യേശു ഉയർത്തെഴുന്നേറ്റ് ഒരിക്കലും പോയി എന്നെ ക്രൂശിച്ചോടെ പോയി നിന്നില്ല. നിങ്ങൾ എന്നെ ക്രൂശിച്ചത് ഞാനത് നേടെ നിൽക്കുന്നത് കർത്താവ് കാണിച്ചില്ല. സ്തോത്രം. അത് അറിയിക്കേണ്ടവരെ എന്ത് മാത്രം അറിയിച്ചു. അല്ലേ? നമ്മുടെ കർത്താവ് ഹെരോദാവിന് മുമ്പിൽ പോയില്ല, പിലാത്തോസിന് മുമ്പിൽ പോയില്ല, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. യേശു പ്രത്യക്ഷപ്പെട്ടത് അവന് വേണ്ടി കാത്തുനിന്ന ഏകദേശം 500 ചില്ലുവാനും ആൾക്കാർക്ക് പ്രത്യക്ഷനായി എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, അകാലപ്രതിവായ എനിക്കും എന്ത് ചെയ്തു, അവന് പേഴ്സണലി പ്രത്യക്ഷനായി, ആത്മവിശുദ്ധനാകും. എന്നാൽ പുനരുത്ഥാന പ്രത്യക്ഷത 40 ദിവസമാണ്. അങ്ങനെ കർത്താവ് നിരവധി തെളിവുകൾ കൊടുത്തുകൊണ്ട് ജീവനോടിരിക്കുന്നു എന്ന് തെളിയിച്ച ശേഷം, ഉറപ്പിച്ച ശേഷമാണ് കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുവാനിടയാക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള പ്രത്യക്ഷതയാണ് പുനരുത്ഥാന പ്രത്യക്ഷത. അപ്പോൾ ഈ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഇനി എന്ന് മടങ്ങി വരും എന്നുള്ളത് അവിടെ കൂടി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർ ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുകയാണ്. നോക്കി നിന്നറിയാമോ? എന്താ നോക്കി നിന്നത്? ഈ ഒലിവുമലയിൽ നിന്ന് യേശുവിനെ അനുഗ്രഹത്തിന്റെ കരം നീട്ടി അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് ഒരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. യേശു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അനുഗ്രഹിക്കില്ല. സാധാരണ എല്ലാവരും മരിക്കുന്നതിന് മുമ്പാണ് എന്ത് മക്കളെ കുറിച്ച് അനുഗ്രഹിക്കുന്നത്. കാരണം കർത്താവ് ആരെയും വിളിച്ച് അനുഗ്രഹിച്ചില്ല. അവൻ അറിയാമായിരുന്നു അവൻ മടങ്ങി വരുമെന്ന്, നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പായി കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച് ഇന്ന് രാത്രിയിലും ആ കരത്തിലൂടെ ഉയർന്നു. 2000 വർഷം മുമ്പ് ഒലിവുമലയിൽ നിന്ന്
യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഉയർത്തപ്പെട്ട കരം ജയത്തിന്റെ കരമാണ്, ജയോടയായ കരം. അത് കാൽവരിയിൽ അത് അടിച്ച് യോജിപ്പിച്ച് ബന്ധിപ്പിച്ച് വെച്ചതാണ്. അവന്റെ ശരീരം ക്രൂശിനോട് ചേർത്ത് ആണിയടിച്ച് ഒരുമിച്ച് വെച്ച് അവനെ ആ ക്രൂശിൽ കൊന്നതാണ്. അവന് വിലാപ്പുറം കുത്തിത്തുളച്ചതാണ്. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ജയാളിയെ കൈ ഉയർത്തി മാനവംശത്തെ അനുഗ്രഹിക്കുന്ന ആ കരം ഇന്ന് രാത്രിയിലും ഈ ഹോളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങൾ ഇരിക്കുന്നത് മരിച്ചാരെങ്കിലും കൈക്കീഴിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആണിപ്പാടുള്ളവന്റെ കരത്തിന്റെ കീഴിലാണ് നമുക്ക് ദൈവം അനുഗ്രഹത്തിന്റെ അവകാശം ഒരുക്കിയിരിക്കുന്ന. സ്തോത്രം. മണ്ണിൽ പരദേശിയായി പാർക്കുമ്പോഴും നമുക്ക് കൂടാരമായി നിൽക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കരത്തിന്റെ ആ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇവിടെ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിൽ ലോകത്തിൽ ഒരു കരം മാത്രമേ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ. ആ കരം യേശുവിന്റെ കരമാണ്. അത് തടയുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരിക്കാൻ ഇടയാക്കുന്നു. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ ദൂതന്മാർക്ക് മനസ്സിലായി, ഈ ആശ്ചര്യമായ കാര്യം കണ്ടിരിക്കുന്ന ഗലീല പുരുഷന്മാർ അവിടെ നടക്കുന്നില്ലെന്ന് പറയുക. നമ്മളെങ്ങനെയാ എന്തെങ്കിലും ഒരു അതിശയകരമായ കാര്യം കണ്ടാൽ പിന്നെ അവിടെ നമ്മൾ ദൃഷ്ടി പറിക്കത്തില്ല. ഇങ്ങനെ ഇവരെ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവരെ വിളിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ നോക്കി നിൽക്കുന്നതെന്ന്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത ഈ കർത്താവ് അവൻ പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും എന്ന് പറഞ്ഞത് രണ്ടാം വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മലയിൽ നിന്ന് പോയ കർത്താവ് വീണ്ടും ഒരു മലയിൽ പാദം സ്പർശിക്കുന്നത് അത് രണ്ടാമത്തെ വരവ്. എന്നാൽ അതിനു മുമ്പായി ഒരു രഹസ്യവരവുണ്ട്. ഈ ശിക്ഷകളങ്ങൾ ഒരു മലയിൽ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന കണ്ടാണ് അവര് മടങ്ങിപ്പോയെങ്കിൽ, യേശു സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അതേ മലയിൽ എന്ത് ചെയ്യും? ഈ സകല വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ഒരു മലയിൽ നിന്ന് വീണ്ടും ഒരു മലയിലേക്ക് വീണ്ടും അവന്റെ പാദം സ്പർശിക്കുന്നതിന് മുമ്പായി അവനോട് കൂടെ വരാനുള്ള സകല വിശുദ്ധന്മാരെ ചേർക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കാകെ പോയത്. ഇനി പടിപടിയായി ഈ വിശുദ്ധന്മാർ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും? കയറിപ്പോകും. അപ്പോൾ ഗതാഗതത്തിൽ പത്രോസ് പറഞ്ഞു, അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. അവന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയി. അപ്പോൾ യേശു നടന്ന് അവസാനം എവിടെ വരെ വന്നു? എവിടെ കാണുന്നത്? അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മലയിൽ നിന്നാണ്. പിന്നീട് അവൻ കരയേറി പോയെങ്കിൽ വീണ്ടും അവന്റെ കാൽപാദം വെക്കുന്നത് ഒരു മല. എന്നാൽ ഒരു മല എന്ത് ചെയ്യും? രണ്ടായി പിരിഞ്ഞു പോകുവാൻ ഇടയായിട്ടുള്ളത് പറയുന്നത്. അതിനകത്ത് ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്, ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നത് പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന. സ്തോത്രം. അങ്ങനെ ഒരു മല കിഴക്ക് പടിഞ്ഞാറായി മാറിപ്പോകും, വലിയ സമുദ്രമുണ്ടാകും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും വീണ്ടും വരുമെന്ന് വിശ്വസിക്കുമ്പോൾ അവൻ മാത്രമല്ല വരുന്നത്, അവനോട് കൂടെ വരുവാനുള്ള സകല വിശുദ്ധന്മാരും ദൂതന്മാരുമായിട്ടാണ് കർത്താവ് വരുന്നത്. ദൈവത്തിന്റെ മഹാവാക്യമുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നാമും അവനോട് കൂടെ മടങ്ങി വരേണ്ടവരാണ്. അതിനു മുമ്പായി നമുക്ക് ഇവിടുന്ന് ഒരു യാത്രയുണ്ട്, അല്ലേ? അപ്പോൾ ആ യാത്രയാണ് നമ്മെ ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാം ജീവനോടിരുന്നാൽ രൂപാന്തരപ്പെടണം. എല്ലാം മരിക്കുകയാണെങ്കിൽ നാം അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ച് അവനെ എതിരേൽപ്പാനായിട്ട് എടുക്കപ്പെടണം. അപ്പോൾ പുനരുത്ഥാന പ്രത്യക്ഷത കഴിഞ്ഞ ശേഷമായി ഒരു മലയിൽ നിന്ന് പോയ കർത്താവ് വീണ്ടും വരുന്നത് ഒറ്റയ്ക്കല്ല, അവനോടുകൂടെ സകല വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. അപ്പോൾ കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരെന്നറിയാമോ? മണവാട്ടി. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ അല്ല കർത്താവ് തന്നെ മണവാട്ടിയെ കൊണ്ടുപോകുന്നത്. ആണോ? അല്ല. ആദരവ്, സ്നേഹം ദൈവത്തിന് നമ്മളോട് എത്ര വിലയേറിയതാണെന്ന് അറിയാവോ? പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് തന്റെ പുത്രൻ ഇറങ്ങി വരുന്ന ആത്മമണവാളൻ ഇറങ്ങി വരുന്നത് പരിശുദ്ധമാവുന്ന ഒരുക്കി എടുക്കുന്ന ദൈവസഭയെ ആനയിച്ചുകൊണ്ട് സ്വർഗാസുഖത്തിലേക്ക് കരയറാൻ വേണ്ടിയാണ്. നമ്മെ ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്
ഇസഹാക്കിന്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നു. റിബേക്കയെ എലേസർ കൊണ്ടുവരുമ്പോൾ ഈ ഇസഹാക്ക് കൂടാതിരിക്കുകയല്ല ചെയ്തത്. അവൻ വെളിപ്രദേശത്തിന് വേണ്ടിയായിട്ടത്. അവിടുന്ന് അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, കൂടാതിരിക്ക് പോകാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ദൈവസഭ ഒരുക്കപ്പെട്ട് ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിലല്ല മണവാട്ടി സഭ കയറി പോകുന്നത്. അത് കർത്താവ് ഈ പുനരുത്ഥാന പ്രത്യക്ഷത കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന സംഭവം കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയാണ്. അത് സംഭവിക്കുന്ന അതേക്കുറിച്ച് എപ്പോഴാണെന്നുള്ളത് വ്യക്തമായി ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട്. അവൻ നിന്റെ ശത്രുക്കളെ പാപപീഠമാക്കുമ്പോഴും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കും എന്ന 110 സങ്കീർത്തനത്തിലാണ് അത് രചിക്കുവാനിടയായത്, ദാവീദ് എഴുതിയത്. ആ സങ്കീർത്തനം ആവർത്തിച്ച് 7 പ്രാവശ്യം പുതിയ നിയമത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ സന്ദർഭങ്ങളെ കുറിച്ച് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം മർമ്മമേറിയ ആ പ്രവചനം നിവർത്തീകരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. അപ്പോൾ അന്ന് 12-ാം അധ്യായത്തിൽ നിവർത്തീകരിക്കപ്പെടുമ്പോൾ അന്നാണ് സാക്ഷാനായിരിക്കുന്ന പിശാചാകുന്നവരെ ഭൂമിയാകുന്ന പാതപിടത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, തള്ളിക്കളയുന്നത് എന്നാണ് മധ്യാകാശത്തിൽ നടക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന യുദ്ധം 3-ാം മഹായുദ്ധമോ ഒന്നുമല്ല. ഇനി നടക്കാൻ പോകുന്ന യുദ്ധം അന്തരീക്ഷ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ശരിക്കുള്ള സ്പിരിച്വൽ വാർത്തകൾ നടക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ഒരുക്കിക്കൊണ്ടു പോകുമ്പോൾ അതിനെ തടയിടുന്ന അന്ധകാലത്തിന്റെ ശക്തികൾ വലവിരിക്കുമ്പോൾ അതിനെ ഭേദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ജയകാലത്തോടു കൂടി നമ്മെ എന്ത് ചെയ്യും, ക്രിസ്തുയേശു കാകളുമായി അവൻ വന്ന് ജയവീരനായി ദൈവസഭയെ കൊണ്ടുപോകുന്നതാണ് മധ്യാകാശ പ്രത്യക്ഷത. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് 12-ാം അധ്യായത്തിലാണ്. അപ്പൊ മധ്യാകാശ പ്രത്യക്ഷത നിറവേറപ്പെടുന്നത് എന്നാണെന്ന് നമുക്കറിയത്തില്ല. ആ പ്രത്യക്ഷത നിറവേറപ്പെടാൻ ഇന്ന് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് എന്താണ് ഇവിടുന്ന് കർത്താവിലൂടെ പോകണം. അത് ട്രെയിൻ യാത്രകളോ എവിടെയായിക്കോട്ടെ, ഏത് സ്ഥലത്തും ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴും പോകുവാനുള്ള ആ ഒരുക്കത്തോടെ ആയി പങ്കെടുക്കാൻ മധ്യാകാശ പ്രത്യക്ഷത വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ശത്രുക്കളെ പാതപിടമാക്കുമ്പോഴും ദൈവം നിന്ന് വലത്തുഭാഗത്തിരിക്കുന്നു. ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ പറഞ്ഞു പോകുകയും അപ്പോൾ അതിനുശേഷമുള്ള സമയങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ കാര്യഗൗരവമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസഭ എടുക്കപ്പെട്ട ശേഷമുള്ള കാര്യങ്ങളെ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞ് ഏകദേശം 7 വർഷവും ചില ദിവസങ്ങൾ കഴിയുമ്പോഴാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാകുന്ന 2ാമത്തെ വരവ് ഉണ്ടാകുന്നത്. അന്ന് സംഭവിക്കുന്ന 7 സംഭവങ്ങളാണ്. അത് സവിസ്തരം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് 2ാമത് വരും. എല്ലാവർക്കും 2ാം വരവിനെ കുറിച്ച് അറിയാം. പക്ഷേ ഈ മധ്യാകാശത്തെ വരവ് അറിയത്തില്ല. അപ്പൊ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്റെ സഭയെ ചേർക്കുമ്പോൾ ഇവിടെ മുൻമഴയായി ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെയും സ്വർഗാസ്വർഗത്തിലേക്ക് കരയേറി പോകുവാൻ ഇടയാക്കിയത്. അതിനുശേഷമാണ് ഈ ഭൂമി ഒരു ആത്മീയ മരുഭൂമിയായി മാറ്റപ്പെടുവാൻ പോകുന്നത്. ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ആത്മാവാണ് നദി ഇവിടെ ഒഴുകുന്നത്. രാത്രിയിൽ യേശു തന്നിരിക്കുന്ന അവന്റെ ആത്മാവ് മുഖാന്തരമായി നമ്മളിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് രാത്രി ഞാൻ അതൊന്ന് പ്രസ്താവിക്കാൻ പോവുകയാണ്. കാരണം പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതുമായ, പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവത്തിന്റെ ആലയത്തിൽ നിലവിളക്കിന് എത്രയാ ദീപങ്ങൾ വെക്കേണ്ടത് പറയാൻ എത്രയാണ്? 7 ദീപങ്ങൾ വെക്കേണ്ടത്. പക്ഷെ 6 അവിടെ പ്രസ്താവിച്ചിട്ടുള്ളൂ. 7 വിളക്കുകളാണ്. അത് ചുറ്റുവിളക്കല്ല, കവലവിളക്കാണ്. അതിന്റെ ഭാഷ്യങ്ങളിൽ 3 6 7 ദീപങ്ങളാണ് വെക്കേണ്ടത്. പക്ഷെ അത് ആത്മാവിനെ വെളിപ്പെടുത്തുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം നമ്മൾ നോക്കുമ്പോൾ 6 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 7ാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ 7ാമത്തെ കാര്യം എന്താകുന്നു എന്നുള്ളത് വെളിപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലാണ്. ക്രിസ്തുവിന്റെ ആത്മാവുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കറിയാം. അവനിൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ച് യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായത്തിന്റെ ആ ഭാഗം ഒന്നെടുത്ത് ആരെങ്കിലും വായിക്കാമെങ്കിൽ നന്നായിരുന്നു. സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അത് എത്ര ആണെന്നുള്ളത് കൂടി എണ്ണി ഒന്ന് വായിക്കുന്നതായിരിക്കും. സ്വന്തമായിട്ട് വായിക്കാത്ത ഇത് യെശയ്യാവിന്റെ പ്രവചനം പുറപ്പെടും.
അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം മതി. ഇപ്പൊ ഇവിടെ 6 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 6 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, ആത്മാവ്. അപ്പോൾ 6 കാര്യങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ 7ാമത്തെ കാര്യം അത് മറഞ്ഞിരിക്കുന്ന കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത് വെളിച്ചമായിരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാടാണ് 7ാമത്തെ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഥാ പറഞ്ഞ് ഇതിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലനദികൾ ഒഴുകുമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവ ജലനദികളെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് ദൈവം തന്റെ ജനത്തിന് നൽകുവാൻ ഇടയായി തീർന്നു. പഴയ നിയമത്തിൽ അത് മറവായിരുന്ന കാര്യമാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇവിടെ 6 കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ 7ാമത്തേതായിട്ടുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആത്മാവാണ്. അതാണ് 7ാമതായി പറഞ്ഞിരിക്കുന്നത്. ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചിട്ട് മറുപടിയാളുടെ ആശയങ്ങൾ തിരിച്ചറിയേണ്ടതിന് ദൈവം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന് ആത്മാവ് നൽകണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ 7 ദീപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ 7ാമത്തെ ദീപമായിരിക്കുന്ന സമ്പൂർണ്ണതയുടെ ആത്മാവായിരിക്കുന്ന ദൈവത്തിനെ കുറിച്ചുള്ള മർമ്മമോടെ വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു വെളിപ്പെട്ട ശേഷമാണ് അത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. പുതിയ നിയമത്തിലാണ് കഥ പറഞ്ഞു പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുവാനായിട്ടുള്ളത്. പഴയ നിയമത്തിൽ മറവായിരുന്നത് നിത്യജീവനായിരുന്നു. അപ്പോൾ ആ നിത്യജീവന്റെ ആത്മനദി കൂടി 7ാമത് വെളിപ്പെടുവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് നമ്മിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിൽ കാണപ്പെടുന്നത് 7 ജീവ ജലനദികളാണ് ഒഴുകപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് വേഗത്തിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്, അതുപോലെ തന്നെ വിവേകത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, യഹോവാഭക്തിയുടെ പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. അപ്പോൾ 6 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്. ഇങ്ങനെ 6 കാര്യങ്ങളാണെങ്കിൽ അത് സമ്പൂർണമായിരുന്നില്ല. പഴയ നിയമത്തിൽ നിത്യജീവൻ വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ 7 വിളക്കുകളാണ് തിരികളാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അല്ലെ? 7 വിളക്കുകൾ. ഇതിന് 6 പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ 7ാമത്തേതായിരിക്കുന്നത് നിത്യജീവനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. നിത്യജീവൻ വെളിപ്പാട്. അപ്പോൾ കഥ പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നൽകും. ഞാൻ മധ്യാകാശ പ്രതിഷ്ഠയ്ക്ക് മുൻപായി പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ പുനരുത്ഥാന പ്രത്യക്ഷത കഴിഞ്ഞപ്പോൾ സുബത്തിന്റെ ആത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത. ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. അതാണ് ഈ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതായ മുൻമഴയായ പരിശുദ്ധാത്മാവ് സ്നാനം. ഈ പരിശുദ്ധാത്മാവ് സ്നാനം വന്ന ശേഷമായിട്ടാണ് തികമുള്ള സമ്പൂർണമായിരിക്കുന്ന 7 ആത്മാക്കൾ എന്ത് ചെയ്യുന്നത് വെളിപ്പെടാൻ ഇടയാക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന നമ്മളിൽ ഒഴുകുന്ന ജീവജല നദികൾ ഏതൊക്കെയാണെന്നുള്ളത് വേഗം പറഞ്ഞിട്ട് വേഗം നമുക്ക് ചിന്തിക്കാൻ സാധിക്കാം. അപ്പോൾ രാത്രിയിൽ അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞ് എന്നിൽ വിശ്വസികളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയല്ല പറഞ്ഞത്, നദികൾ ഒഴുകും. ഇവിടെ ഏതൊക്കെ നദികളാണ് ഒഴുകുന്നത്? ഒന്ന്
ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ നദി, ആലോചനയുടെ നദി, ബലത്തിന്റെ ജീവജല നദി, പരിജ്ഞാനത്തിന്റെ നദി, യഹോഭക്തിയുടെ നദി, അതുപോലെ തന്നെ ഈ പറയുന്ന 4 കാര്യങ്ങളാണെങ്കിൽ നിത്യജീവന്റെ ജീവജല നദിയും കൂടി ചേരുമ്പോൾ 7 ആകും. അതാണ് വിളക്ക് പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് 7 സഭകളോടുള്ള ബന്ധത്തിൽ സഭയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, തികവുള്ള ആത്മാവ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇനി ദൈവസഭയ്ക്ക് മറ്റൊരു ആത്മാവിനെ പകരുവാനില്ല. ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന ആത്മാവിനെയാണ്, തികവുള്ള സുഖത്തിന്റെ ആത്മാവിനെയാണ് നമ്മളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറമായിട്ട് വേറൊരു ആത്മാവിനെ പകരുവാനില്ല. സമ്പൂർണ്ണ ആത്മാവിനെയാണ്. ഈ കൃപാവരങ്ങളെ കുറിച്ചും ആത്മവരങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ കൂടി പഠിക്കാമെങ്കിൽ വളരെ വിശാലമായ ആത്മവരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് അഭിഷേകമുള്ളത്. അന്യഭാഷ അടയാളത്തോടു കൂടിയാണ്. ദൈവം പഠിച്ചു കഴിഞ്ഞാൽ മുൻമഴയാകുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അന്യഭാഷ അടയാളത്തോടു കൂടിയാണ്, അന്യഭാഷയുടെ അടയാളത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. സഹോദരൻ സംശയമുണ്ട്, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ 4 സന്ദർഭങ്ങളാണ് മുൻമഴയാകുന്ന പരിശുദ്ധാത്മാസ്ഥാനത്തെ കുറിച്ചുള്ള സന്ദർഭത്തിനെ കൊടുത്തിരിക്കുന്നത്. അത് ഒന്നാമത്തത് നമുക്കറിയാം, മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്നപ്പോൾ അവിടെ കൊടിയ മുഴക്കത്തോടെ എന്ത് ചെയ്തു? പരിശുദ്ധമാവ് ഇറങ്ങി വരുവാൻ ഇടയാക്കണം. അപ്പൊ അവരെ അങ്ങ് നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ ജീവജല നദികൾ 7 എന്ത് ചെയ്തു? അവരിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അല്ലെ, ജ്ഞാനത്തിന്റെ അവിടെ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കാൻ തുടങ്ങി. പരിജ്ഞാനത്തിന്റെ ജീവജലം ഒഴുകാൻ തുടങ്ങി. അതുപോലെ ആലോചന അറിയിക്കാൻ തുടങ്ങി. ബലത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ എല്ലാറ്റിലുപരിയായി ജീവജല നദിയുടെ അവിടുന്ന് ഒഴുകുവാൻ തുടങ്ങി. അമ്മ ഒഴുകിത്തുടങ്ങിയ ഈ ജീവജല നദി, നിത്യജീവന്റെ നദി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തി അവസാനം എത്തിച്ചേരുമ്പോഴാണ് കർത്താവിന്റെ 2ാമത്തെ വരവ് സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഈ സുവിശേഷം ലോകത്തിലെല്ലാം സാക്ഷ്യമായി പ്രസ്താവിക്കും, അപ്പോൾ എന്ത് ചെയ്യും? അവസാനം വരുവാനിടയായിത്തീരും. അപ്പൊ നമ്മളിൽ പകർന്നിരിക്കുന്നത് തികവുള്ള ആത്മാവിനെയാണ്, അപൂർണമായിരിക്കുന്ന ആത്മാവിനെയല്ല. ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത് തികവുള്ള ആത്മാവിനെയാണ്. ക്രിസ്തുവാകുന്ന നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന അവനിൽ ദൈവം പകർന്നിരുന്ന 6 ആത്മാക്കൾ ഉണ്ടായിരുന്നു. അത് അവനിൽ പകർന്നപ്പോൾ 7 കൂടിയാകുന്ന സമ്പൂർണതയുടെ ആത്മാവിനെയാണ് ദൈവസഭയ്ക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ ബലമല്ല, ലോകത്തിന്റെ പരിജ്ഞാനമല്ല, ലോകത്തിന്റെ ആലോചനയല്ല, ലോകത്തിന്റെ ജീവനല്ല നമുക്ക് തന്നിരിക്കുന്നത് സ്വർഗീയമായിരിക്കുന്ന ആലോചന, സ്വർഗീയമാകുന്ന പരിജ്ഞാനം, സ്വർഗീയമാകുന്ന വിവേകം, സ്വർഗീയമാകുന്ന ജീവനെയാണ് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത്. ഇതിനപ്പുറമായി ഇനി എന്താ തരാനുള്ളത്? റോമകളിലായിട്ട് പറയുന്നത്, തന്റെ സ്വന്തം പുത്രനെ ആദിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും. അതിനർത്ഥം ഈ തികവുള്ള ആത്മാവിനെ നൽകാതിരിക്കുമോ എന്നാണ്. അതുപോലെ പഴയ നിയമത്തിൽ ആർക്കും അത് കൊടുത്തില്ല. മോശയിൽ ബലത്തിന്റെ ആത്മാവുണ്ടായിരുന്നു, ആലോചന ആത്മാവ്. ഓരോരുത്തർക്കും ഓരോ ആത്മാവിനെ പകുത്തു കൊടുത്തെങ്കിൽ, ഓരോ ദൗത്യ നിർവഹണത്തിന് കൊടുത്തെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമ്പൂർണതയുടെ ആത്മാവാണ് ക്രിസ്തുവിൽ വസിച്ചത്. അവനിൽ വസിച്ച അതേ ആത്മാവാണ് നമ്മളിലും ദൈവത്തിന്റെ ആത്മാവായി ദൈവം ദാനമായി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ഒഴുകുന്നത് ഈ ജീവജല നദികളാണ്. ഇനി വിശ്വസിക്കുള്ളിൽ നിന്ന് ആത്മാവ് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയാക്കി. ആ ഒഴുകുന്ന ഒരു നദി ഒഴുകുന്ന മരുഭൂമിയല്ലാത്ത ആത്മീയ അനുഗ്രഹത്തിന്റെ സമ്മേളനമാണ്
ദൈവമക്കളുടെ കൂടി വരുന്നത് സ്തോത്രം. രാത്രിയിലും ഇവിടെ വ്യാപരിക്കുന്ന ഒരു മരുഭൂമിയുടെ അനുഭവമല്ല, വരൾച്ചയുടെ അനുഭവമല്ല. നമ്മുടെ ഇടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സമ്പൂർണതയാകുന്ന ദൈവാത്മാവ് ഒഴുകി നമ്മെ സമ്പൂർത്തീകരിച്ച് ആ പദവിയിലേക്ക് എത്തുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബലം ലോകത്തിന്റെ ബലമല്ല. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബലം മരണത്തെ ജയിച്ച മരണത്തെ ജയിച്ച ക്രിസ്തുവിന്റെ ബലമാണ് എന്നിൽ പകർന്നിരിക്കുന്നത്. ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനമല്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം താൽക്കാലികമാണ്, ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതാണ്. എന്നാൽ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ജ്ഞാനം ദൈവത്തിന് സ്വർഗീയമാകുന്ന ജ്ഞാനമോ. ഉയരത്തിലെ ജ്ഞാനത്തെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള ഉയരത്തിലുള്ള ജ്ഞാനമോ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അത് നിർമ്മലമാണ്. അതേക്കുറിച്ച് അത് വളരെ വ്യക്തമായി ആ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിൽ വ്യാപരിച്ച സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനം, വിവേകം, ആലോചന, പരിജ്ഞാനം, അതുപോലെ ആ നിത്യജീവൻ എല്ലാം കൂടി ഒരുമിച്ച് ലഭിച്ചിരിക്കുന്ന ദൈവസഭ ഇനി മറ്റൊരു ആത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ ആ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രിയിലും മറ്റൊരു ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷത്തെയോ വേറൊരു ആത്മാവിനെയോ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ഇനി മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കണ്ട. ഇനി അഗ്നിയുടെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആഗ്രഹിച്ച് വല്ലാതെ കാത്തിരുന്നാൽ എവിടുന്നെങ്കിലുമൊക്കെ മറ്റും വന്ന് കയറുന്നുണ്ടോ? പിന്നെ അകപ്പാടെ ബുദ്ധിമുട്ടാക്കിയത്. അതുകൊണ്ട് ഈ വേണ്ടാത്ത ആത്മാവിനെ വിളിച്ചു വരുത്തി പോകാൻ ഇടയാകാതെ ദൈവം തന്നിരിക്കുന്ന ആത്മാവിൽ വളർച്ച പ്രാപിച്ച് വരുവന് വേണ്ടി ഒരുക്കപ്പെടണം. അതാണ് ദൈവം. തികവുള്ള ആത്മാവിനെയാണ് കർത്താവ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ എടുത്ത സബ്ജക്റ്റിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒന്ന് മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവം ലോകസ്ഥാപനത്തിന്റെ പ്രത്യക്ഷത, ദൈവത്തിന്റെ പ്രത്യക്ഷത, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത നമ്മളെ രക്ഷിപ്പാനായി കർത്താവ് വരടേറ്റ് വന്നു. നമുക്ക് അതിശേഷമായി കാണുന്നത് അവൻ മരണത്തെ ജയിച്ചു എഴുന്നേറ്റ ജയാളിയായ പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷത. നാലാമത് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത, സഭയെ പണിയുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ പ്രത്യക്ഷത. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, അഞ്ചാമതായി നാം കാത്തിരിക്കുന്നത് ആത്മമാവാണ് ക്രിസ്തു വരുമെന്നുള്ള പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൽ തെളിവുകളുണ്ട്. തെളിവുകളെല്ലാം നിരത്തി പഠിപ്പിക്കുവാൻ സാവകാശമില്ലാത്തതുകൊണ്ട് ഞാനതിന്റെ ഓരോ കാര്യങ്ങൾ മർമ്മമായി പറഞ്ഞു പോവുകയാണ്. അതിനുശേഷമായി നടക്കേണ്ടത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. ഈ കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരുപാട് സന്ദേശങ്ങൾ പ്രവാചകന്മാർ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും ദൈവത്തിന്റെ അള്ളപ്പാടുകളെ ദൈവം കൊടുത്തിരിക്കുന്നതാണ് പഴയ ദൈവത്തിന്റെ പ്രവചന ഭാഗങ്ങൾ. സെക്രട്ടറിയുടെ പ്രവചനം, യെശയ്യാവിന്റെ പ്രവചനം, ഇതൊക്കെ കാര്യഗൗരവമായി രേഖപ്പെടുത്തുമ്പോൾ കാവ്യാത്മകമായി അതിനെ മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പ്രണയത്തിന്റെ ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഉത്തമഗീതത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശലോമോൻ അവൻ കാവ്യാത്മകമായി ആത്മാവിൽ ദർശിച്ചുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയും കർത്താവിന്റെ മധ്യാകാശ വരവിനെയും ദർശിച്ചുകൊണ്ട് അവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ മുന്തിരി തോട്ടത്തെ കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടും അവൻ രചിച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് ഉത്തമഗീതം എന്നുള്ളത്. ഉത്തമഗീതം എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്നേഹത്തിന്റെ, ഒരു പ്രണയത്തിന്റെ കാര്യം പറയുന്നത്. ഒരു ജഡീകമായിരിക്കുന്ന ലോകപരമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ കാവ്യമല്ലത്. ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്മീയ ചിന്തകളോടുകൂടി യേശുവിനെ ദർശിച്ചുകൊണ്ട്, സഭയെ ദർശിച്ചുകൊണ്ട്, ഇസ്രായേലിനെ ദർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഈ ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ രണ്ട് ഭാഗങ്ങളെ വായിച്ച് ഞാൻ രാത്രി സന്ദേശം അവസാനിപ്പിക്കുകയും വെച്ചാൽ നാളെ അതിന്റെ വിശദീകരണം തന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യും. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തമഗീതത്തിന്റെ പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് അതിന്റെ പ്രധാനമായിട്ടൊരു ഭാഗം. അതിനെ എങ്ങനെ അത് ആക്കിയെടുക്കും എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉത്തമഗീതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ രാത്രി അത് പറഞ്ഞു പോവുകയുള്ളത് വെച്ചാൽ നാളെ അതിന്റെ വിശദീകരണം നൽകുന്നതായിരിക്കും. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായി
നമുക്കത് മനസ്സിലാക്കി ഏകദേശം ഒരു ധാരണയോടുകൂടി പോകണം. നാളെ കംപ്ലീഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടിയാണ് രാത്രി ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്തമഗീതത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു. വരുന്നു വന്നിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ എഴുന്നേൽക്കാം, എന്റെ സുന്ദരി വരിക എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം കൂടി വായിക്കാം. 4:16. 4-ാം വാക്യം. വഴുതിക്കാറ്റേ ഉണരുക, വെന്നിക്കാറ്റേ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. 2 കാറ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1 വഴുതിക്കാറ്റ്, 2 തെന്നിക്കാറ്റ്. ഇത് മലയാളം അർത്ഥം നോക്കിയാൽ ഡിക്ഷണറിക്ക് അത് കാണത്തില്ല. ഞാൻ ഈ തെന്നിക്കാറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ തെന്നിക്കാറ്റ് തെക്കൻ കാറ്റിനെ കാണിക്കുന്നത്. വഴുതിക്കാറ്റ് പറഞ്ഞാൽ വടക്കൻ കാറ്റാണ്. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നതാണ്. തെക്കൻ കാറ്റ് ഉഷ്ണം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ മുൻമഴയും പിന്മഴയെയും കുറിച്ച് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സലോമൻ എഴുതിയിരിക്കുന്ന വിഷയം ഇങ്ങനെയാണ് പറയുന്നത്: വഴുതിക്കാറ്റെ ഉണരുക, വഴുതിക്കാറ്റെ വരിക എന്ന് പറഞ്ഞില്ല. എന്താ പറയുന്നത്? ഉണരുക. ഇതൊക്കെ ആത്മീയാർത്ഥങ്ങളുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിന് വരേണ്ട ആവശ്യമില്ല. എന്തിനാ മതി? നമ്മൾ ഉണർന്നാ മതി. അതിനെയാണ് ഉണർവെന്ന് പറയുന്നത്. വഴുതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക. ഞാൻ ദൈവത്തിൽ നാളെ ഏതെങ്കിലും വിശദീകരണം വിളിക്കുക. ഈ വചനം എഴുതിയിരിക്കുന്ന വളരെ ആഴമായ കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ഈ പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്തതിന്റെ കാരണം ദൈവം തെളിയിച്ചതുകൊണ്ടാണ്. അതായത് വ്യക്തത ലഭിച്ചതുകൊണ്ടാണ് ധൈര്യത്തോടെ ഈ അർദ്ധരാത്രിയിൽ സംസാരിക്കുന്നത്. ഈ രാത്രി എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. അല്ലെ കർത്താവ് അതിരാവിലെയാണ് ദൈവം സംസാരിച്ചത്. അന്നേരം അവരുടെ അടുത്ത് ആൾ കൂടി പറഞ്ഞത്. യേശു അതിരാവിലെ പ്രസംഗിച്ചപ്പോൾ അവിടെ ആൾക്കാർ കൂടുമായിരുന്നു. യാത്രരാത്രിയിലും ഈ സന്ദേശം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരുക്കത്തോടെ നല്ല ദൈവാത്മാവ് നൽകുന്നതായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 കാറ്റുകളാണ് ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യന്റെ മേൽ അടിക്കുന്നത്. അതിൽ 1 വഴുതിക്കാറ്റാണ്. അത് ദൈവത്തിന്റെ സഭയെ ഒരുക്കാൻ വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന മുൻമഴയാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചായിരുന്നു. അത് കൊടിയ കാറ്റ് പോലെ എന്ത് ചെയ്തു? അടിച്ചു. മുൻമഴ പെയ്തിറങ്ങിയപ്പോൾ അവിടെ കൊടിയ കാറ്റടിച്ചപ്പോൾ ഈ വഴുതിക്കാറ്റായിരിക്കുന്ന കാറ്റ് എന്ത് ചെയ്തു? വീശാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ അത് വീശുന്നതിന് വേണ്ടിയാ? എന്റെ പ്രിയന്റെ തോട്ടത്തിൽ നിന്ന് അതിന്റെ സുഗന്ധം വീശേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശാൻ വേണ്ടിയാണ് ഈ വഴുതിക്കാറ്റ് ഉണരേണ്ടത്. ഇവിടെ തോട്ടം പണിയാൻ വേണ്ടി ദൈവം തന്റെ വഴുതിക്കാറ്റാകുന്ന വടക്കൻ കാറ്റാകുന്ന മുൻമഴയാകുന്ന പരിശുദ്ധാത്മാവ് സ്നാനത്തെ ഭൂമിയിലേക്ക് അയച്ചു. അതിനെ ഉണർത്തിയെടുത്തു കഴിയുമ്പോൾ സുഗന്ധം വീശാൻ തുടങ്ങുമെന്ന്. സ്തോത്രം. സഭ ഉറങ്ങിയാൽ സുഗന്ധം വീശത്തില്ല. എന്നാൽ യേശുവിന്റെ സൗരഭ്യവാസന അത് പരത്തുന്നതാണ് ഈ വഴുതിക്കാറ്റ്. യേശുവിന്റെ ആത്മാവ് 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ ഊതാൻ തുടങ്ങിയപ്പോൾ അന്ന് ഈ ഭൂമിയിൽ നിന്ന് ഒരു സൗരഭ്യ വാസന ഉയർന്നിരുന്നു. അവന്റെ ജീവന്റെ വാസന ഉയർന്ന എല്ലാ മേഖലകളിലും, ക്രിസ്തുവിന്റെ സാന്നിധ്യം ചെന്ന എല്ലാ സ്ഥലങ്ങളിലും ജീവന്റെ വാസന വ്യാപരിപ്പാൻ തുടങ്ങി. എനിക്കറിയാമോ എവിടെയെല്ലാം വാസന വ്യാപരിച്ചെന്നറിയാമോ?
ക്രിസ്തു നമുക്ക് സൗരഭ്യവാസനയായ യാഗമായി തീർന്നു. ഈ ഇപ്പോഴത്തെ ലോകത്തിന്റെ ആരംഭത്തിൽ നോഹ കഴിച്ച യാഗത്തിന്റെ സൗരഭ്യവാസന മണത്തപ്പോഴാണ് എന്ത് ചെയ്തത്? നോഹയെയും കുടുംബത്തെയും യഹോവയാം ദൈവം അനുഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യവംശത്തെ മുഴുവനായി അനുഗ്രഹിക്കുവാൻ വേണ്ടി ഒരു സൗരഭ്യവാസന ഈ ലോകത്തിൽ നിന്ന് 2000 വർഷം മുമ്പ് യേശുവിൽ നിന്ന് ഉയരുവാൻ ഇടയാറ്റുന്നു. അത് ഈ ആകാശ മണ്ഡലത്തിൽ നിന്ന് ഉയർന്ന് ആ സൗരഭ്യവാസന സ്വർഗത്തിൽ തന്നെ ഇടയാറ്റുന്നു. അത് പാതാളത്തിൽ തന്നെ ഇടയാറ്റുന്നു. ഇന്നും അത് ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. യേശു എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ആ ജീവന്റെ സൗരഭ്യവാസന പരക്കുവാൻ ഇടയാറ്റുന്നു. എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു സൗരഭ്യവാസിയായി തീർന്ന ശേഷമായി എന്ത് മാറ്റമാണ് സ്വർഗത്തിലുണ്ടായത്? എന്ത് മാറ്റമാണ് ഭൂമിയിൽ ഉണ്ടായത്? അല്ലെ, ഇതിന് മാറ്റം ഉണ്ടായോ? എന്നാൽ അതിന് മുമ്പ് നടന്ന യാഗങ്ങൾ കൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. സ്വർഗത്തിൽ ഒരു ചലനം ഉണ്ടായില്ല. എന്നാൽ ക്രിസ്തു യാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ ആ സൗരഭ്യവാസന പിതാവാം ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ ഇടയാറ്റുന്നു. ഇത് മുഖാന്തരമായി നമുക്ക് അനുഗ്രഹം കലവറയില്ലാത്തോന്ന് ദൈവം അനുഗ്രഹിപ്പാൻ. അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാർവത്രികമായ രക്ഷയും സാർവത്രികമായിരിക്കുന്ന ആത്മാഭിഷേകവും സാർവത്രികമായിരിക്കുന്ന മണവാട്ടി പദവിയും എല്ലാം ദൈവം നമുക്ക് കരുതലിരിക്കുക. പണ്ടൊരു കാലത്ത് പ്രാപ്യമായിരുന്നില്ല. യഹൂദിന് വേണ്ടി മാത്രമായിരുന്നു ആരാധനയെ ശുശ്രൂഷമെന്നായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ശരീരയാഗത്തിന് ശേഷമായി മാനവവംശത്തിനൊന്നാകെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ആ മഴ ഇവിടെ പെയ്തതിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുക. അതിന്റെ കുളിർമയും തണുപ്പും കൂടിയുണ്ട്. ഈ സ്വന്തം വീശുവാൻ കാരണമായിട്ടിരുന്നത് ആ വഴുതിക്കാറ്റിലൂടെ വീശുന്നത് കൊണ്ടാണ്. സ്തോത്രം. എന്നാൽ ഈ കാറ്റ് ഉണർന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സുഗന്ധം വീശുവാൻ ഇടയായിത്തീരും. രണ്ട് കാര്യങ്ങളാണ്. പ്രിയന്റെ തോട്ടത്തിലുള്ള 2 കാര്യങ്ങളാണ് കാണുന്നത്. നമുക്ക് സാധാരണ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സഭയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇസ്രായേലിനെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തോട്ടത്തെ കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുക. നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവമായ കർത്താവ് 3 കാര്യങ്ങളോട് ബന്ധത്തിലാണ് ഇസ്രായേൽ തുന്നം ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത്തിയോട് തുന്നം ചെയ്തിട്ടുണ്ട്, ഒലിവ് മരത്തോട് അവരെ തുന്നം ചെയ്തിട്ടുണ്ട്, മുന്തിരിയോട് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? തുന്നം ചെയ്തിട്ടുണ്ട്. അത്തിയോട് മാത്രമല്ല ഇസ്രായേലിനെ ദൈവം തുന്നം ചെയ്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളോടും ജാതികളോടുമുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ അത്തിയോടുള്ള ബന്ധത്തിലാണ് ദൈവം വചനത്തിൽ അതിനെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പഴയ നിയമവിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ, ശക്തന്മാരുള്ള ബന്ധത്തിൽ അതിനെ ഒലിവുമരത്തോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പഴയ നിയമമായിട്ടുള്ള ബന്ധം ഒലിവുമരമാണ്. എന്നാൽ പുതിയ നിയമ സഭയുമായിട്ടൊരു ബന്ധം ഇസ്രായേലിനുണ്ട്. അതിനെയാണ് മുന്തിരിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 ബന്ധങ്ങൾ ഇസ്രായേലിനുണ്ട്. അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഈ യാക്കോബിന്റെ മക്കൾക്ക് 3 ബന്ധങ്ങളെ കുറിച്ചാണ് എഴുതിയത്. അത്തിയുള്ള ബന്ധത്തിൽ, ലോകരാഷ്ട്രങ്ങളുടെ ബന്ധത്തിൽ ഒരു നിർണായക ശക്തിയായി നിൽക്കുന്നു. അതാണ് അത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒലിവ് പറഞ്ഞിരിക്കുന്നത് ഒലിവ് എണ്ണയുള്ള ബന്ധത്തിലാണ്. അത് പഴയ വിശുദ്ധമായുള്ള ബന്ധത്തിൽ അതിനെ വെളിപ്പെടുത്തി നിൽക്കുമ്പോൾ മുന്തിരി കാണിക്കുന്നത് പഴയ ഇസ്രായേലും ദൈവസഭയെ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് രാത്രി അവസാനിപ്പിക്കാം. നാളെ അത് എന്താണെന്നുള്ളതിന്റെ വിശദീകരണം നാളെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ, അതിന്റെ കാര്യവിവരത്തോട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരത്തി, മുന്തിരിത്തോട്ടമായിരിക്കുന്ന ദൈവത്തിന്റെ തോട്ടത്തിൽ ഒരു അത്തിയെ നട്ടിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ വഴിയരികെ ഉള്ളതായ അത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പറയുന്ന അത്തി പഴുക്കുന്ന കാലത്തെ കുറിച്ച് നമ്മൾ വായ്പടയാത്തുന്നു. നാളെ നമുക്ക് കാണാൻ സാധിക്കും അത്തി തളിർക്കുന്നതിനെ കുറിച്ചും അത്തിപ്പഴം പഴുക്കുന്നതിനെ കുറിച്ചുമാണ്. ഈ 4 കാര്യങ്ങളും 2 കാറ്റുകളെ കുറിച്ചും ദൈവം വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി നമുക്ക് അടയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു പോകുന്നത് യേശു കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചും യേശു കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചും ശലോമോൻ ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന 2 ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാൻ ഇടയാക്കുന്നത്.
അത്തിക്കാറ്റെ ഉണരുക, പെന്നിക്കാറ്റെ വരിക എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചതായ ഭാഗം അത്തിക്കായകൾ പഴുക്കുന്നു എന്നുള്ള ഭാഗം കൂടി നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ വചനത്തിന് ദൈവസഭയുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു, എന്റെ പ്രിയെ എഴുന്നേൽക്കാം, എന്റെ സുന്ദരി വരിക എന്ന് പറയുമ്പോൾ അത്തിക്കായകൾ പഴുക്കേണ്ട കാലമാകുമ്പോൾ പ്രിയയാകുന്ന സുന്ദരിയായിരിക്കുന്ന ദൈവസഭ എഴുന്നേൽക്കാൻ സമയമായി, പോകാൻ സമയമായി. തളർത്തു നിൽക്കുന്ന അത്തിയെ കുറിച്ച് നമുക്കറിയാം. രാത്രി പ്രിയപ്പെട്ടവരെ, ആ തളർത്തു നിൽക്കുന്ന അത്തിക്കകത്ത് അത്തിക്കായകൾ ദൈവത്തിന് വേണ്ടിയുള്ള 144,000 അത് ഫലം അത് കായ്ച്ച് ഈ ദിവസങ്ങളിൽ പഴുക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പായി ഇവിടെ പറയുന്നത് എന്റെ പ്രിയെ എഴുന്നേൽക്കാം, എന്റെ പ്രിയെ വരിക. കാലലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പ്രസംഗിക്കുന്നത് അത്തി തളിർക്കുന്നതിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളാണെങ്കിൽ രാത്രിയിൽ ഒരു മാറ്റചിന്തയ്ക്ക് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി രാത്രി ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകുകയാണ്. അപ്പോൾ മോളിൽ പറയുന്നത് ശീതകാലം കഴിയുന്നു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ഇന്ന് രാത്രിയിൽ തന്റെ മണവാളായിരിക്കുന്ന ക്രിസ്തു തികഞ്ഞ മണവാട്ടിയാകുന്ന പരിശുദ്ധാത്മാവെന്ന മുൻമഴയാൽ വടക്കൻ കാറ്റ് ഊതി വീശി ഇവിടെ സുഗന്ധം പരത്തി നമ്മെ ക്രിസ്തുവിന്റെ ജീവന്റെ സൗരഭ്യവാസനയുള്ള സഭയാക്കി മണവാട്ടിയെ ശോഭയുള്ളതാക്കി തീർത്തിട്ട് പറയുക. അതേ മുന്തിരിക്കായകൾ പഴിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ പ്രിയെ എന്റെ സുന്ദരി വരിക എന്നുള്ള ദൂത് ഇന്ന് രാത്രി ആത്മാവിൽ അറിയിക്കുക. ഇന്ന് രാത്രിയിൽ എതും സംഭവിക്കുകയാണെങ്കിൽ അതെ എഴുന്നേറ്റ് അവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണമേ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് രാത്രി ദൂതിലാപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്തിക്കായകൾ പഴുക്കുന്നു, ഇസ്രായേൽ അത് ഒരുങ്ങുകയാണ്. അതിൽ നിന്ന് ദൈവത്തിന്റെ രക്ഷകഗണത്തെ ഒരുക്കിയെടുക്കുവാൻ സമയമായി. തളർത്തു നിൽക്കുന്ന അത്തിയിൽ ദൈവം കായകൾ പഴുക്കുവാൻ അത് തുടങ്ങുവാൻ സമയമാകുന്ന മുമ്പ് എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക എന്നുള്ള ആത്മാവിന്റെ ദൂത കൈമാറുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാളെ ഈ സന്ദേശം മുഴുവൻ പൂർത്തീകരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.